അദ്ദേഹത്തിന്റെ വരുമാനം എങ്ങനെയെങ്കിലും നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു. ശ്രീ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നോക്കൂ, ഈ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ച കോഴയാരോപണത്തിലേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. മദ്യനയത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ വിഹിതങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ ഈ ബാറുടമകളിൽ നിന്ന് പറ്റി എന്നുള്ളതാണ് പരക്കെയുള്ള സംസാരം. അത് നമുക്ക് വ്യക്തമായി സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നുമില്ല. ബാർക്കോഴ ആരോപണം വരുന്നു, സർക്കാർ മാറുന്നു, പുതിയ സർക്കാർ വരുന്നു, 7.5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ബാർക്കോഴ വിവാദം ഉടലെടുക്കുമ്പോൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മദ്യവർജനം എന്ന് പറയുന്ന നടപടി അതിപ്പോൾ ഹസ്കർ പറയുന്നത് പോലെ 18% റവന്യൂ വരുമാനത്തിൽ നിന്ന് 13% കുറഞ്ഞു എന്നതുകൊണ്ട് ആ മദ്യവർജനം ഫലം കണ്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? 29 ബാറിൽ നിന്ന് 801 ബാറിലേക്ക് നമ്പർ കൂടി എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ? മദ്യവർജനമാണ് നയമെന്ന് പറയുന്നത് തന്നെ വ്യാജമായ ഒരു പ്രസ്താവനയാണ്. മദ്യാസക്തിക്കെതിരെ ശക്തമായ പ്രചാരണവും നിയന്ത്രണവും കൊണ്ടുവരും. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 21-ലെ 883-ാം ഖണ്ഡികയാണ്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ മദ്യനിരോധനമാണ്. ഇപ്പം വർജനം എന്നൊരു വാക്ക് പ്രകടന പത്രികയിലില്ല. എന്നും നല്ല മദ്യനയം പ്രഖ്യാപിക്കുക, അത് അട്ടിമറിക്കുകയും ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM ആണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇപ്പൊ ഉപഭോഗം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും എന്തിനാണ് ബാർ കൊടുക്കുന്നത്? ബാറിൽ ചെലവില്ലെന്നാണോ ഇദ്ദേഹം സമർത്ഥിക്കുന്നത്? ഉപഭോഗം കുറഞ്ഞെന്ന കണക്കും റവന്യൂ വരുമാനം കുറഞ്ഞ കണക്കും ഒരു തട്ടിപ്പിന്റെ കഥയാണ് അരുൺകുമാർ. കാരണം വളരെ വില കൂടിയ മദ്യമാണ്, വില കൂട്ടിക്കൊണ്ടാണ് 62 റുപ്യന്റെ നിർമ്മാണ ചെലവുള്ള മദ്യം 900 റുപ്യക്ക് വിൽക്കേണ്ടി വരുന്നു ബാറുകാരൻ ഇതിൽ എളുപ്പം വില കുറഞ്ഞിട്ട് സെക്കൻഡ്സ് എന്ന ഓമനപ്പേരിൽ കമ്പനിക്കാർ നേരിട്ട് കൊടുക്കുകയാണ്. ഒന്ന്, വാളയാറിന്ന് സിമന്റ്, വാളയാറിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ച വാർത്ത ഇപ്പം വരുന്നില്ലല്ലോ, സ്പിരിറ്റ് കടക്കുന്നില്ലെന്ന. മിക്ക ബാർ ഗ്രൂപ്പുകൾക്കും കള്ള ഡിസ്റ്റിലറി ഉണ്ട്. നായനാരുള്ള കാലത്ത് ഹോളോഗ്രാം പിടിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ എല്ലാ ബാറുകാർക്കും ഉണ്ട്. കായംകുളത്ത് പിടിച്ചില്ലേ? ഒരുപാട് മണിച്ചന്മാരും അബ്കാരികളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കള്ളമദ്യമാണ് ബാറിൽ വിൽക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും 29 ബാറുകളിലെടുത്ത് 814 ബാറുകളാകാൻ കാരണം മദ്യക്കച്ചവടത്തിന് ലാഭം കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് 2 ലക്ഷം ഉറുപ്യ കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നത്. മാത്രമല്ല എന്നും ഇത് അട്ടിമറിച്ചത് CPM ആണ്. CPM ആണ് ഈ പറയുന്ന മദ്യനയവും മദ്യവർജനത്തെയും അട്ടിമറിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും മദ്യവർജനം എന്ന വാക്കില്ല. മദ്യത്തിന്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കും. Debate with Arun Kumar.